ഫ്രണ്ട്സ്, ഇത് ഞാൻ കഴിഞ്ഞ തവണ ഒരു 3-4 ദിവസം മുൻപ്, ഒരാഴ്ച മുമ്പ് എന്ന് പറയാം, നടത്തിയ ഒരു യാത്ര ഇഷ യോഗ സെൻറ്ററിലേക്ക് നടത്തിയ, കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ യോഗ സെൻറ്ററിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ അവിടെ കണ്ട ഒരു സ്റ്റാളിൽ നിന്നും, അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്, പല പ്രൊഡക്റ്റുകൾ, പല സാധനങ്ങൾ വിൽക്കുന്ന കുറേ കടകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ ഞാൻ ഈ ഒരു സംഭവം കണ്ടു, ബനാന ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ വാഴപ്പൂവ്, വാഴക്കൂമ്പ് എന്നൊക്കെ പറയും, ചിലവിടെ മാണി എന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ, റിമെമ്പർ, it is not just a drink, it's a step towards a healthier you. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, എത്ര ശതമാനത്തോളം എന്തെല്ലാം വൈറ്റമിൻസ് അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഹൗ ടു യൂസ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു അഡ്രസ്സ്, അതിൻ്റെ ഒരു ഫോൺ നമ്പർ എല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് അത്. അവിടെ നിന്ന് നമ്മൾ സാമ്പിൾ കുടിച്ചിട്ടാണ് അത് വാങ്ങിച്ചത്. നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് നമുക്കതിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങിച്ചു. ഒരു 250 ഗ്രാമിന് 350 രൂപയാണ് വില. ഞാൻ പിന്നെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് അതിൻ്റെ തന്നെ ആ വാഴക്കൂമ്പിൽ നിന്നും തന്നെ ഉണ്ടാക്കുന്ന ഒരു, നമ്മളുടെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ അതൊന്ന് തുറന്ന് നോക്കി കാണിച്ചു തരാം ഞാൻ. നമ്മളുടെ പഴംപൊരിയൊക്കെ പോലെ ഉണ്ടാവും കാണാൻ, പക്ഷേ അത് എണ്ണയിൽ വറുത്തിരിക്കുന്ന ഒരു സാധനമല്ല, അത് ഉണക്കിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും അത് അവർ തേനിൽ മുക്കി കഴിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അല്ലാതെ കഴിക്കാൻ തന്നെ ഒരുവിധം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ തേനിൽ മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അത്. അപ്പോൾ ഇങ്ങനെ 2 പ്രോഡക്റ്റുകളാണ് നമ്മൾ വാങ്ങിയത്. ഇനിയും ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ വാഴക്കൂമ്പിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിപ്പൊടി, അതേമാതിരി തക്കാളി തൊക്ക് മാതിരി ഇതുകൊണ്ട് തൊക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട്, ഇതിൻ്റെ വടകം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അഡ്രസ്സ്, അതേമാതിരി ഇവരുടെ ഫോൺ നമ്പർ, ഇതിൽ വാട്സപ്പും എല്ലാം അവൈലബിളാണ്. അവരുടെ ഇൻസ്റ്റഗ്രാം ID കൊടുക്കുന്നുണ്ട്, എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരുടെ ഫോൺ നമ്പറിലേക്ക് ഫോൺ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ആ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഡബ്ബ. ഈ ഡബ്ബ തുറക്കാൻ ഈസിയാണ്, ഒന്നുമില്ല, അതിൽ സീലും ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് തന്നെ. വളരെ രസകരമായിട്ടുള്ള ഒരു ഡബ്ബയിലാണ് ആ പാക്ക് വരുന്നത്. ഉള്ളിൽ അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയാൽ കാണാം, തുറക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ തുറക്കാം. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇങ്ങനെ ഒരു പാക്കാണ്, ഈ അലുമിനിയം ഫോയിലാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാളിൽ ഇത് കാണുന്നതിന് പോകുന്നവർക്കെല്ലാം തന്നെ അവർ അവിടെ സാമ്പിൾ തരുന്നുണ്ട്. അപ്പോൾ സാമ്പിൾ വാങ്ങി കുടിച്ചതിൽ നിന്ന് നമ്മൾക്കത് വളരെ രുചികരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങാനും കാരണം. നല്ല രസമുള്ള ഒരു സംഭവം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം. നമ്മളുടെ പാലിലാണ് ഇത് കലക്കി ഉണ്ടാക്കേണ്ടത്. അതേമാതിരി അവർ പറയുന്നു ജ്യൂസിൽ വേണമെങ്കിൽ ജ്യൂസിലും എല്ലാം തന്നെ ഇത്, ഈവൻ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ചുടുവെള്ളത്തിലും നമുക്കതിനെ മിക്സ് ചെയ്ത് കുടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പൊടിയാണ് നമുക്ക് ആവശ്യം. പക്ഷേ ടേസ്റ്റി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പാലിലോ അങ്ങനെ എന്തെങ്കിലും സാധനത്തിൽ കലക്കി വേണം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അപ്പോൾ അലുമിനിയം ഫോയിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ സാധനം ഉള്ളത്. അത് നമുക്ക് ആ ഡബ്ബയിൽ തന്നെ സൂക്ഷിക്കാം. നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അതിൽ നിന്നും സ്പൂണ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട്, ഒരു നനയാത്ത ഒരു സ്പൂണ് കൊണ്ട് സാധനം എടുത്ത് ഉപയോഗിക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആദ്യം, എങ്ങനെയാണ് എന്താണ് പൊടി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളപ്പോൾ തിളച്ച പാല് എടുത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. അല്ലാതെ ചൂടാക്കാത്ത പാലിൽ ഈ പൊടി ഇട്ട് ഉപയോഗിക്കരുത്. പൊടി ആദ്യം കൊണ്ടുപോയിട്ട് ഈ ചൂടാക്കുന്നതിന് മുമ്പ് പാലിൽ ഇട്ടുകൊണ്ട് തിളപ്പിക്കുകയും ചെയ്യരുത് എന്നുള്ളതൊക്കെയാണ് ആ ഇൻസ്ട്രക്ഷൻസൊക്കെ ആ ഡബ്ബയുടെ ആ ടിന്നിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാലെന്തായാലും നല്ലപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലിനി നമുക്ക് ഒരു കപ്പിലേക്ക് ഒഴിക്കാം. ഇതൊരു വലിയ കപ്പാണ്. അപ്പം നമ്മളുടെ സാധാരണ കപ്പിൽ ഒരു കപ്പ് എടുക്കുന്നതിന് ഏകദേശം 1 ടേബിൾ സ്പൂണോ ഇല്ലെങ്കിൽ 2-3 ടീസ്പൂണോ ഈ ഒരു പൊടി എടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പൊടി ഉപയോഗിക്കാം.
എക്സ്ട്രാ നമ്മൾ മധുരമൊന്നും ചേർക്കേണ്ടതില്ല. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയൊന്നും ചേർക്കാൻ പോകുന്നില്ല. അങ്ങനെ ഈ ഒരു കപ്പിൽ ഒരു 2 ടീസ്പൂൺ പൊടിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൽ ചേർത്തിരിക്കുന്നത് വാഴക്കൂമ്പിൻ്റെ ആ ഒരു പൂവ്, അതിൻ്റെ പരിപ്പ്, അതിന് പുറമേ തന്നെ ബദാം ഇതെല്ലാം തന്നെ അതിൽ ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെയാണ് അവരുടെ സാമ്പിൾ കുടിച്ചപ്പോൾ നമ്മൾക്ക് കിട്ടിയത്. അത് വളരെ ഹൃദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മളിവിടെ 2 ടീസ്പൂൺ പൊടി ഫുള്ളായിട്ടും 2 ടീസ്പൂൺ ഫുൾ പൊടിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് പിന്നെ അങ്ങനെ തന്നെ കുടിക്കാം മിക്സ് ചെയ്തതിന് ശേഷം. അതല്ല ഇനിയും നല്ലൊരു രുചി നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു പാത്രത്തിൽ തീ വളരെ കുറച്ച് വെച്ച് 1-2 മിനിറ്റ് അതിനെ ചൂടാക്കി ഉപയോഗിക്കുന്നതും നന്നായിരിക്കും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപ്രകാരമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ശുദ്ധമായ പശുവിൻ പാലാണെങ്കിൽ പിന്നെയും രുചി കൂടും. അപ്പോൾ നിങ്ങളും ഇനി എപ്പോഴെങ്കിലും ഇഷ യോഗ സെൻറ്റർ സന്ദർശിക്കാൻ പോകുമ്പോൾ ഈ ഒരു സ്റ്റാളും കൂടെ ഒന്ന് സന്ദർശിക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നമ്മളുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക. നിങ്ങളും ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കുക. ഇതിൻ്റെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഇൻസ്റ്റഗ്രാം ഐഡിയും എല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വാങ്ങാൻ ഇഷ യോഗ സെൻറ്ററിൽ പോകണം എന്നൊന്നും വിചാരിക്കരുത്. ഇഷ യോഗ സെൻറ്ററിൽ പോയിട്ടില്ലെങ്കിലും ഈ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ വിളിച്ച് നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ ഈ ഒരു സംഭവം, ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തരും. അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ നമ്മൾക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.